ഹായ് ഫ്രണ്ട്സ്, വന്ദനയാണേ. നമുക്ക് ബീച്ചിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം കാണാൻ പോയാലോ? വായോ, നമുക്ക് പോവാം. ഇത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിലാണ് ഉത്സവം. നമുക്ക് കണ്ടിട്ട് വരാം. കോഴിക്കോട് വന്നവർക്ക് കാപ്പാട് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്പലം കാണാൻ കഴിയും. ഇവിടെ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. ഈ കാപ്പാട് ബീച്ചിൽ ഏറ്റവും ലാസ്റ്റായിട്ട് റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് ആ പാറൻ്റെ മുകളിൽ തൂവപ്പാറ മുറുപൊട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേരിട്ടോ. തൊട്ട് മുന്നിൽ തന്നെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഞാൻ പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ, അത്രയും സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ ഉത്സവമായിരുന്നു, ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. നമ്മൾ പോയി ഉത്സവമൊക്കെ കണ്ടു. വളരെ ഭംഗിയായി തന്നെ നമുക്ക് ഉത്സവത്തിൽ പങ്കെടുക്കാനോ ഉത്സവം കാണാനൊക്കെ കഴിഞ്ഞു. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. പറയുമ്പോൾ നമുക്ക് അടുത്തായിട്ട് പോലും നമുക്ക് പോകാൻ പറ്റില്ല. ദൈവം വിളിക്കണം നമുക്ക് ചെല്ലാനെന്ന് പറയുന്നത് സത്യമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഇന്നലെ എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അമ്പലത്തിൻ്റെ ഉത്സവ കാഴ്ചകളിലേക്ക് പോകാം. അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. നമ്മൾ തൊഴുതുകൊണ്ട് ഇങ്ങനെ അമ്പലം ചുറ്റുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം. പിന്നെയും ബീച്ചാണ്. അമ്പലത്തിൻ്റെ മുറ്റത്ത് നിന്ന് നമുക്ക് ബീച്ച് കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അത്രയും നല്ല അടിപൊളിയാണ്. നിങ്ങളിവിടെ കാപ്പാട് ബീച്ചിൽ വരികയാണെങ്കിൽ ഈ ഒരു അമ്പലത്തിലും വരിക. ഇവിടേക്ക് ഒന്ന് കാണാത്തവർ കേട്ടോ. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയിട്ടോ. ബീച്ചിലെത്തി നമ്മൾ ആ ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കുകയാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് ഈ ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത്രയും അടിപൊളിയാണ്. അമ്പലത്തിൽ മുന്നിൽ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ബീച്ച്. അടിപൊളി. ആഹാ, അന്തസ്സ്. തിറയൊക്കെ തുടങ്ങാനായിട്ടോ. അപ്പോൾ കുട്ടിച്ചാത്തൻ തിറയാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തിറ കാണാം കേട്ടോ. കുട്ടിച്ചാത്തൻ തിറയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ഇതായി കടകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കടക്കാരുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ പഴയ കാലത്ത് 90s ഉണ്ടാകുന്ന ഈ ബലൂണ് അങ്ങനെയുള്ള ചോക്കില്ല, മറ്റേ എന്താ മധുരമുള്ളൊരു ചോക്ക് പോലത്തെ ഒരു മുട്ടായി ഉണ്ട്, അതൊക്കെ കിട്ടിയിട്ടോ ഇവിടുന്ന്. നമ്മളതൊക്കെ വാങ്ങി കഴിച്ച് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വരികയാണേ. ഇത് ബീച്ചാട്ടോ. അവിടെയാണ് വെടിക്കെട്ട് ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. രാത്രി വൈബ് ബീച്ചിൽ പാറപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവത്തിൽ ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റുക പറഞ്ഞാൽ എന്താ വൈബ്. ഇനി അടുത്ത പാർട്ടായിട്ട് വെടിക്കെട്ടിൻ്റെ വീഡിയോ കാണേ.